ജോസ കൗൺസിലിംഗ് പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ josa.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ JEE മെയിൻസ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡിന് നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്. ആൻഡ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അതായത് കോളേജുകളും അതേപോലെ തന്നെ അതിന്റെ സ്ട്രീമുകളും നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം ഇവരൊരു മോക്ക് അലോട്ട്മെന്റ് തരും. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ചോയ്സസിനനുസരിച്ചിട്ട് ഏത് കോളേജാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളതെന്ന് അവരൊന്ന് പറഞ്ഞു തരും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ വേഗം തന്നെ വരുത്തി നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ചോയ്സസ് ലോക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഫൈനൽ സബ്മിഷൻ ഫോർ ദ ചോയ്സസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളും കാര്യങ്ങളും സ്ട്രീമുകളും ഒക്കെ കൊടുത്ത് നമ്മൾ ആ ചോയ്സസ് ലോക്ക് ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം 6 റൗണ്ട് അലോട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഓരോ അലോട്ട്മെന്റ്സ് വരുമ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം, അതേപോലെ ഫ്ലോട്ട് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് വന്ന കോളേജും സ്ട്രീമും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാം. ഈ രണ്ടാമത്തെ സാധനമാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടമായില്ല, വേറെ കോളേജ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ ആണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ലൈഡ്. അതായത് കോളേജ് ഓക്കെ ആണ്, പക്ഷെ നിങ്ങൾക്ക് സ്ട്രീമിലാണ് വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനുശേഷം നിങ്ങൾ അലോട്ട്മെന്റിനനുസരിച്ചിട്ട് സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീ ഉണ്ട്, അതായത് ആക്സെപ്റ്റൻസ് ഫീ നമുക്ക് പേ ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്, അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കേണ്ടതുണ്ട്, അത് വെരിഫിക്കേഷന് കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതായത് വേറൊന്നല്ല, ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ആ കോളേജുമായിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ക്യാമ്പസിൽ പോയിട്ട് വെരിഫൈ ചെയ്ത് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ ഈ ഒരു ജോസ കൗൺസിലിംഗിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.